ഹലോ ഗുട്ടൻ ഡാഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സിന്റെ ഓരോ ന്യൂ ഫോംസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അങ്ങനെ പറയില്ലേ, അതുപോലെ നമുക്ക് ജർമ്മനിലും എല്ലാ അഡ്ജക്റ്റീവ്സിനെയും ഓരോരോ ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അതായത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ്സിന്റെ ഓരോ ഫോംസ് ആണ് കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോമനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നോർമലി അഡ്ജക്റ്റീവ്സ് ഒക്കെ പോസിറ്റീവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷോൺ, ഷോൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ബില്ലിക്, ബില്ലിക് എന്ന് പറഞ്ഞാൽ ചീപ്പ്. ഗുഡ്, ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്. ഗ്രോസ്, ഗ്രോസ് എന്ന് പറഞ്ഞാൽ ബിഗ്. ഡുങ്കൽ, ഡുങ്കൽ എന്ന് പറഞ്ഞാൽ ഡാർക്ക്. ചൊൾ, ചൊൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നോമനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്. ഇതൊക്കെ കുറച്ച് അഡ്ജക്റ്റീവ് വേർഡ്സ് ആണ്. ഇത് നോർമലി നമ്മൾ അഡ്ജക്റ്റീവ്സ് എഴുതുന്നത് ഈ രീതിയിലാണ്. ഇതിനെ നമ്മൾ പോസിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ്സ് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് കേസാണ്. എന്താണ് കോമ്പറാറ്റീവ്, എങ്ങനെയാണ് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ്സ് മേക്ക് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. കോമ്പറാറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെയുണ്ട് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ്. അതായത് ഇപ്പോ ഷോൺ, എന്നെക്കാളും ബ്യൂട്ടിഫുൾ ആണ് എമ. എമയെക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ. അങ്ങനെ രണ്ട് ആൾക്കാരെ വെച്ച് അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ്, ബൂസ്റ്റ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് കോമ്പറാറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ്സ് നോർമലി മേക്ക് ചെയ്യുന്നത് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സിന്റെ എൻഡിൽ ER ആഡ് ചെയ്യുമ്പോഴാണ് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഷോണർ, ഷോൺ എന്ന് പറയുന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ER കൂടെ ആഡ് ചെയ്തപ്പോൾ അത് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ് ആയി. അതുപോലെ തന്നെയാണ് ബില്ലിഗർ, ബില്ലിഷ് എന്ന് പറയുന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവിന്റെ കൂടെ ER നമ്മൾ ആഡ് ചെയ്തപ്പോൾ അത് കോമ്പറാറ്റീവ് കേസായി. നോർമലി നമ്മൾ കോമ്പറാറ്റീവ് പറയുന്നത് അഡ്ജക്റ്റീവിന്റെ കൂടെ ER ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അല്ലാതെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് കൂടെ ഉണ്ട്. എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മോണോസിൽബിക് എന്ന് പറയും. മോണോസിൽബിക് എന്ന് പറഞ്ഞാൽ, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്. അതായത് വവൽ സൗണ്ട് ജർമ്മനിലാണെങ്കിൽ ഉ, ആ, ഓ, ഈ സൗണ്ട്സ് ഒരു പ്രാവശ്യം നമ്മുടെ അഡ്ജക്റ്റീവിന്റെ അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോമ്പറാറ്റീവ് ഫോം എഴുതുമ്പോൾ എൻഡിൽ ER ആഡ് ചെയ്യുന്നതോട് കൂടി തന്നെ എവിടെയാണോ ഈ വവൽ സൗണ്ട് വന്നിട്ടുള്ളത് അതിന് നമ്മൾ ഉംലൗട്ടും കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുങ്ങെ, യങ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇതിനെ നമ്മൾ കോമ്പറാറ്റീവിലോട്ട് ആക്കാൻ പോവുകയാണ്. ഇവിടെ എന്താ? ഒരു വവൽ സൗണ്ട്, ഉ എന്ന് പറയുന്ന വവൽ സൗണ്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിനെ കോമ്പറാറ്റീവ് ഫോമിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എൻഡിൽ നമ്മൾ ER ആഡ് ചെയ്തു. അതുപോലെ തന്നെ യുവിന് നമ്മൾ ഉംലൗട്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അത് കോമ്പറാറ്റീവ്, യുങ്ങർ എന്നായിരിക്കും അതിന്റെ കോമ്പറാറ്റീവ് ഫോം വരുന്നത്. അതുപോലെ തന്നെയാണ് ലേങ്ങർ ആൻഡ് ഗ്രോസർ. ലേങ്ങറിന് ഇവിടെ ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്, ഒരു വവൽ സൗണ്ട് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ER കൂടെ തന്നെ എക്ക് ഉംലൗട്ടും ആഡ് ചെയ്തു. അതുപോലെ ഗ്രോസിന് ഓ വന്നിട്ടുണ്ട്. അതിന്റെ കോമ്പറാറ്റീവ് ഫോമിലോട്ട് വരുമ്പോൾ ഓമിറ്റ് ഉംലൗട്ട് ആൻഡ് ER നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ കോമ്പറാറ്റീവ് ഫോം എഴുതുന്നത്. ഇതാണ് ഒരു എക്സെപ്ഷണൽ കേസ്. ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവ്, പോസിറ്റീവ് അഡ്ജക്റ്റീവ് എൻഡ് ചെയ്യുന്നത് EL അല്ലെങ്കിൽ ER എന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എൻഡിൽ ER ആഡ് ചെയ്യുമ്പോൾ ഈ നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഡുങ്കലിന് DUNKEL ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ER ആഡ് ചെയ്യുമ്പോൾ നോർമലി വരേണ്ടത്
DUNKELER എന്നാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ കോമ്പറാറ്റീവിലോട്ടാക്കുമ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ER മാത്രമായിരിക്കും ആഡ് ചെയ്യുന്നത്. അതുപോലെയാണ് ടോയറിന് എൻഡില് ER ആണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെയും ER വരുമ്പോൾ പ്രൊനൗൺസിയേഷന് കറക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ സ്പെല്ലിങ് വരുമ്പോൾ TEURER എന്നായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി കോമ്പറാറ്റീവ് ഫോംസ് മേക്ക് ചെയ്യുന്നത്. കോമ്പറാറ്റീവ് ഫോം രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൂപ്പർലാറ്റീവ് ഫോം പക്ഷെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എല്ലാത്തിനേക്കാളും ബെസ്റ്റ് എന്ന് പറയാനായിട്ടായിരിക്കും നമ്മൾ സൂപ്പർലാറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനേക്കാളും ആ അഡ്ജക്റ്റീവ് ഏതാണോ അത് പറയാനായിട്ടായിരിക്കും നമ്മൾ സൂപ്പർലാറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. സൂപ്പർലാറ്റീവ് ഫോം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പറാറ്റീവ് പോലെയല്ല, പോസിറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവിൻ്റെ മുമ്പിലായിട്ട് അമ്മും എൻഡില് ST അല്ലെങ്കിൽ ESTN ഇങ്ങനെ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സൂപ്പർലാറ്റീവ് ഫോം മേക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോൺ എന്ന് പറയുന്നത് എന്താ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ സൂപ്പർലാറ്റീവ് ഫോം നമ്മൾ എഴുതിയത് ഫ്രണ്ടിൽ ഒരു ഇട്ടു ആൻഡ് എൻഡില് STEN ആഡ് ചെയ്തു, സ്റ്റൻ ആഡ് ചെയ്തു. അതുപോലെയാണ് ബില്ലിഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ സൂപ്പർലാറ്റീവ് ഫോം വരുമ്പോൾ നമ്മൾ അമ്മും സ്റ്റെന്നും ആഡ് ചെയ്തു. അതുപോലെ ടൊള്ളിനും അമ്മും സ്റ്റെന്നും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് എക്സെപ്ഷണൽ കേസ് വരുന്നത്, ഇനി പോസിറ്റീവ് അഡ്ജക്റ്റീവ് എൻഡ് ചെയ്യുന്നത് DTS ഡോപ്പലസ് ഈ 4 ആൽഫബറ്റ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ STEN അല്ല ESTEN ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൾട്ട് T എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ കാൾട്ട് എൻഡ് വരുന്നത് ESTEN ആയിരിക്കും. എൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്ന STN അല്ലായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ അമ്മും ആഡ് ചെയ്യണം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, അത് എൻഡ് ചെയ്യുന്നത് ബീറ്റ സിമ്പിൾ, അതായത് ഡോപ്പൽ S വെച്ചിട്ടാണ്. അതും ഡോപ്പൽ S വന്നാൽ നമ്മൾ എന്താ STN അല്ല ESTEN ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡോപ്പൽ S വരുമ്പോൾ നമ്മൾ സ്യൂസ്റ്റൻ എന്നായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർലാറ്റീവ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ പഠിച്ച ഫോർമാറ്റിലല്ലാതെ ഫോം ആവുന്ന കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതായത് ഗുഡ്, ബെസർ, ബെസർ എന്നുള്ളതാണ് ഗുഡിന്റെ കോമ്പറാറ്റീവ് ഫോം. നോർമലി നമ്മൾ പഠിച്ചത് എന്താ? പോസിറ്റീവ് ഫോമിന്റെ കൂടെ ER ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഗുഡ് വരുമ്പോൾ ബെസർ ആണ് കോമ്പറാറ്റീവ് ഫോം വരുന്നത്. നമ്മൾ പഠിച്ച രീതിയിലും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഗുഡ്, ബെസർ, ബെസ്റ്റൺ എന്നുള്ളതാണ് അതിന്റെ സൂപ്പർലാറ്റീവ് ഫോം. അതുപോലെ വേറൊരു എക്സെപ്ഷണൽ കേസാണ് ഗേൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഗേണിന്റെ കോമ്പറാറ്റീവ് ഫോം ലീബർ എന്നാണ് വരുന്നത്. സൂപ്പർലാറ്റീവ് ഫോം ലീബ്സ്റ്റൺ എന്നാണ് വരുന്നത്. അതുപോലെ വേറൊരു എക്സെപ്ഷണൽ കേസാണ് ഫീൽ എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് മീനിങ്. അതിന്റെ കോമ്പറാറ്റീവ് ഫോം മേർ എന്നാണ് വരുന്നത്. മേർ എന്ന് പറഞ്ഞാൽ മോർ. പിന്നെ അതിന്റെ സൂപ്പർലാറ്റീവ് ഫോം വരുന്നത് അമ്മൈസ്റ്റൺ എന്നാണ്. അമ്മൈസ്റ്റൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെന്റൻസസ് മേക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സെന്റൻസസ് മേക്ക് ചെയ്യുമ്പോൾ ആൾസ് ആൻഡ് വി, ആൾസ് ഉണ്ട് വി, ആൾസ് അല്ലെങ്കിൽ വി എന്ന് പറയുന്ന 2 വേർഡ്സ് ഒരു വലിയ റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. വി എന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ്, ആൾസ് എന്ന് പറഞ്ഞാൽ ദാൻ. വി എന്ന് പറയുന്നത് ഗ്ലൈഷ് ഫാൾസ് പറയാനായിട്ട്, അതായത് സിമിലാരിറ്റി അല്ലെങ്കിൽ സെയിം ആസ് എന്ന് പറയാനായിട്ടാണ് നമ്മൾ വി യൂസ് ചെയ്യുന്നത്. ആൾസ് യൂസ് ചെയ്യുന്നത് അതിനേക്കാളും, അതായത് ഒരു അൺസിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, അവരെക്കാളും നന്നായിട്ടാണ് ഞാൻ കളിച്ചത് അങ്ങനെയൊക്കെ പറയാനായിട്ട് ദാൻ എന്നുള്ള മീനിങ് ആണ് അൾസിന് വരുന്നത്. ഇനി സെന്റൻസിലോട്ട് വരുമ്പോൾ വി വെച്ച് നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സോ അല്ലെങ്കിൽ ഗെനൗസോ.
സോ അല്ലെങ്കിൽ ഗനൗസോയുടെ മീനിങ് വരുന്നത് ആസ് എന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ പോസിറ്റീവ് അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഫോമാണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വി ആഡ് ചെയ്യും ആൻഡ് എൻഡിൽ നമുക്ക് ഒബ്ജക്റ്റ് ആഡ് ചെയ്യും. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മാർത്ത ഡാൻസ് ഗനൗസോ ഗുഡ് വി എമ്മ. മാർത്ത ഡാൻസ് ആസ് ഗുഡ് ആസ് എമ്മ. മാർത്ത എമ്മയെ പോലെ തന്നെ നന്നായി ഡാൻസ് കളിച്ചു എന്ന് പറയാനായിട്ടാണ് നമ്മൾ വി ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ആൾസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു കോമ്പറാറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത് രണ്ട് തിങ്സിനെ കമ്പയർ ചെയ്ത് പറയാനാണ്. അപ്പോൾ ആൾസ് യൂസ് ചെയ്യുന്നത് ദാൻ എന്നുള്ള മീനിങ് ആണ്. കമ്പയർ ചെയ്ത് പറയുന്ന കേസസിലാണ് നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവ് പ്ലസ് ആൾസ് പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്ലോയിഡ സ്റ്റുഡിയഡ് ബെസർ ആൽസ് എമ്മ. ക്ലോയിഡ എന്താ എമ്മയെക്കാളും നന്നായി പഠിച്ചു. ക്ലോയിഡ സ്റ്റഡി ബെറ്റർ ദാൻ എമ്മ. എമ്മയെക്കാളും നന്നായിട്ട് ക്ലോയിഡ പഠിക്കും എന്ന് പറഞ്ഞ് രണ്ട് ആൾക്കാരെ കമ്പയർ ചെയ്ത് പറയാനായിട്ടാണ് നമ്മളിവിടെ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്തേക്കുന്നത്. ആൾസ് ദാൻ കോമ്പറാറ്റീവിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആൾസ് ആൻഡ് വി വെച്ചിട്ട് നമ്മൾ സെന്റൻസസ് ഫോം ചെയ്യുന്നത്. ഇനി കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് വെച്ചിട്ട് ഒരു സെന്റൻസിനെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദർ ഹുണ്ട് ഈസ് സ്നെൽ. ദർ ഹുണ്ട് ഈസ് സ്നെൽ എന്ന് പറഞ്ഞാൽ ദ ഡോഗ് ഈസ് ഫാസ്റ്റ്. ആ പട്ടി എന്താ ഫാസ്റ്റ് ആണ്. ഇനി നമുക്ക് ആ പട്ടീനെയും പൂച്ചേനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ദർ ഹുണ്ട് ഈസ് സ്നെല്ലർ ആസ് ദി കാറ്റ്സ്. ആ പൂച്ചേനേക്കാളും എന്താ ഫാസ്റ്റർ ആണ് ആ പട്ടി. ആ പൂച്ചേനേക്കാളും ഫാസ്റ്റർ ആണ് ആ പട്ടി. നമുക്ക് എന്താ ഇനി ഇവിടെ നമ്മൾ സെക്കൻഡ് എന്താ സ്നെല്ലർ എന്ന് പറഞ്ഞ കോമ്പറാറ്റീവ് യൂസ് ചെയ്ത് ഹുണ്ടിനെയും കാറ്റ്സിനെയും കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇനി ഇതിനേക്കാളും എല്ലാത്തിനേക്കാളും ബെസ്റ്റ് ആയിട്ട് ഓടുന്നത് ഫാസ്റ്റർ എന്താ ലെപ്പേർഡ് ആണെന്ന് നമുക്ക് പറയാം. ദ ലെപ്പേർഡ് ഈസ് am schnellsten. അതായത് ലെപ്പേർഡ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കോമ്പറാറ്റീവ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവ് യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യാനും പിന്നെ അതിൻ്റെ എന്താ വാല്യൂ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവ് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ച്യൂസ്.